ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചാൽ നമ്മൾ വലിയ ബലിക്കല്ലിൽ തൊടാതെ ബലിക്കല്ലിങ്കൽ നമസ്കരിക്കണം. ആ നമസ്കാരം നമുക്കറിയാം, പല തലത്തിലുള്ള നമസ്കാരങ്ങളുണ്ട്. ക്ഷേത്രത്തിൽ പൊതുവെ വെച്ചിരിക്കുന്ന നമസ്കാരം അത് സാഷ്ടാംഗ നമസ്കാരം, ദണ്ഡ നമസ്കാരം, പാദ നമസ്കാരം, ഇത് മൂന്നുമാണ്. ഏത്? സാഷ്ടാംഗ നമസ്കാരം, ദണ്ഡ നമസ്കാരം, പാദ നമസ്കാരം. സാഷ്ടാംഗ നമസ്കാരം 8 അംഗങ്ങൾ തറയിൽ മുട്ടിച്ചുകൊണ്ടുള്ള നമസ്കാരം. അതുപോലെ ദണ്ഡ നമസ്കാരം ദണ്ടുപോലെ കിടക്കുക, മുമ്പോട്ട് കൈ കൂപ്പി കമഴ്ന്ന് സമ്പൂർണ്ണ സമർപ്പണ ഭാവേന കിടക്കുക. അതുപോലെ പാദ നമസ്കാരം മുട്ടുകുത്തി ഇരുന്ന് കൈകൾ തറയിൽ പതിപ്പിച്ച് നെറ്റി മുട്ടിച്ച് ചെയ്യുന്ന നമസ്കാരം. ഈ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം ബലിക്കല്ലിങ്കൽ നമസ്കരിക്കുന്നതിലൂടെ നമ്മളിലെ ദേവദർശനത്തിന് മുൻപ് നടത്തുന്ന കാര്യമാണ്. ഈ ബലിക്കല്ലിങ്കൽ നമസ്കരിക്കുന്നതിലൂടെ നമ്മിലെ ആസുരി ഭാവങ്ങളെ, മൃഗീയ വാസനകളെ, ദുർവിചാര വികാരാദികളെ എല്ലാം ദേവൻ്റെ മുമ്പിൽ ബലി കൊടുക്കുന്നു എന്ന സങ്കല്പത്തിലാണ് നമ്മൾ നമസ്കരിക്കുന്നത്. നമസ്കരിച്ചേൽക്കുന്ന എണീൽക്കുന്ന ആ വ്യക്തി ആരായി എന്നറിയുമോ? പുണ്യാഹമായി മാറുകയാണ്. പുണ്യാഹം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന തീർത്ഥത്തെയാണ് പുണ്യാഹം എന്നല്ലേ നമ്മൾ കരുതി വച്ചിരിക്കുന്നത്. പുണ്യാഹം എന്ന വാക്കിൻ്റെ അർത്ഥം അഹം പുണ്യേതി പുണ്യാഹ, ഞാൻ പുണ്യം ആർജിച്ചവനായി എന്ന് സാരം. കാരണം എന്നിലെ എല്ലാ ആ ഭാവങ്ങളെയും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആസുരി ഭാവങ്ങളെ, മൃഗീയ വാസനകളെ, ദുർവിചാര വികാരാദികളെ എല്ലാം ദേവൻ്റെ മുമ്പിൽ ബലി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ ആരായി മാറി? ദേവദർശനത്തിന് യോഗ്യനായി മാറുകയാണ്. ഇതിനാണ് പുണ്യാഹം എന്ന് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണിത്.